ബീഹാറിൽ ഒരുപക്ഷെ കോൺഗ്രസ് വിജയിച്ചിരുന്നെങ്കിൽ അഥവാ ഇന്ത്യ മുന്നണി വിജയിച്ചിരുന്നെങ്കിൽ അങ്ങനൊരു കാരണം പറയാം. കാരണം എന്താ, അങ്ങനൊരു ഗെയിൻ ശ്രേയംസ് കുമാറിന് വരും. എവിടെ നിന്ന്? ബീഹാറിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്താനുള്ളൊരു ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമായിരുന്നു. ശ്രേയംസ് കുമാറിനെ സംബന്ധിച്ച് രാജ്യസഭയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യം. അത് ബീഹാറിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നെങ്കിൽ RJDയുടെ കെയർ ഓഫിൽ സ്വാഭാവികമായിട്ടും രാജ്യസഭയിലേക്ക് പോകാം. ആ കാരണം പറഞ്ഞ് ഇവിടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ചെയ്യാം. അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന മുന്നണിയിലാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന മുന്നണിയിൽ RJD വരാം. പക്ഷേ അവിടെ കോൺഗ്രസ് ഭരിക്കുന്നില്ലല്ലോ, അതല്ലേ പ്രശ്നം. മാത്രമല്ല അവിടെ RJD ആണെങ്കിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുക. RJD കോൺഗ്രസിനെയും കോൺഗ്രസ് RJDയെയും കുറ്റപ്പെടുത്തിയിരിക്കുന്ന ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ RJDക്ക് ഒരു കാരണമില്ല, ഒരു വിഷയം പറഞ്ഞ് മുന്നണി വിടാൻ പറ്റില്ല. ഇപ്പോൾ ജമാഅത്തെ വിഷയം പറഞ്ഞ് എങ്ങനെ മുന്നണി വിടാൻ പറ്റുക? PMC വിഷയമുണ്ടായിരുന്നു, പക്ഷേ ആ വിഷയത്തിൽ സർക്കാർ ഈ RJDയുടെ കൂടെ നിലപാടെടുത്തുകൊണ്ടല്ലേ വിഷയം തിരുത്തിയത്. RJD ഓപ്പണായി വന്ന് വിമർശിച്ച വിഷയമാണ് PMC വിഷയം. മാത്രമല്ല നേരത്തെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അജിത് കുമാറിനെതിരെ എടുത്ത വിഷയത്തിലും RJD നിലപാട് പറഞ്ഞു. ആ വിഷയത്തിൽ സർക്കാർ RJDയുടെ നിലപാടിന് വഴങ്ങി. അപ്പോൾ RJD ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളിൽ CPMഉം ഇടതുമുന്നണിയും RJDയുടെ താല്പര്യം കൂടി പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു കാരണം പറയണം. തെരഞ്ഞെടുപ്പ് ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നണി വിടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതാണ് പ്രധാനപ്പെട്ട കാര്യം.